നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷെയർ എങ്കിലും കൂടണം, ആരെങ്കിലും ആളുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരാളിപ്പോൾ പറഞ്ഞ് ഞാനൊരു ബിസിനസ് തുടങ്ങുന്നുണ്ട്, നിങ്ങൾ കുറച്ച് 20,000 അല്ലെങ്കിൽ 10,000 ദിർഹം ഒരു 5 പേർ ഷെയർ തരിക എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് 10,000 20,000 രൂപ കൊടുക്കും അല്ലേ. അങ്ങനെ ഒരുപാട് ആൾക്കാർ കൊടുത്തിട്ട് പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ നാട്ടിലാണ് കൂടുതൽ തട്ടിപ്പ്. ഇങ്ങനെ ഞാനിപ്പോൾ ബിസിനസ് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു ഷെയർ ഉണ്ടാവില്ല, 5 പേരുടെ ഷെയർ അയാൾ എടുത്തിട്ട് ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കും. ബിസിനസ്സിൽ ലാഭം ഉണ്ടാക്കിയപ്പോൾ ഇയാൾക്ക് മാസം അതിൻ്റെ ഒരു അംശം കൊടുക്കണ്ടേ, അത് കൊടുക്കില്ല. അത് മാത്രമല്ല, ആ കൊടുക്കേണ്ട പൈസയിൽ തിരിമുറിയും നടത്തും. എന്നിട്ട് അയാൾ സ്വന്തം കാര്യത്തിന് അതിന് ഉപയോഗപ്പെടുത്തും. ആൾക്കാരെ പിന്നെ ഷെയർ കൂടിയ ആൾക്കാർ പിന്നെ ഈ ബിസിനസ് സക്സസ് ആയി കഴിഞ്ഞാൽ അയാളെ കുറച്ച് പൈസ കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഒഴിവാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, അയാൾ മേടിച്ച ഷെയർ അടക്കം മേടിച്ച് പിന്നെ ഒരു ഫോൺ കോളും ഇല്ല അതിനെ അടിച്ചു മാറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത്ര ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളൊരു മുസ്ലിം ആണെങ്കിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ കഴിക്കുന്നത് മുഴുവനും ഹറാമാണ്, നിങ്ങളുടെ ഭക്ഷണം മുഴുവനും ഹറാമാണ്. ഒരാളുടെ കണ്ണീർ, ഒരാളിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ കണ്ണീരാണ്. ഹക്കും ബാത്തിലും ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ബിസിനസ് തുടങ്ങാൻ പാടില്ല. മറ്റുള്ളവരെ പറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെ ബിസിനസ് തുടങ്ങണ്ട. നിങ്ങൾക്ക് നഷ്ടമുണ്ടെങ്കിൽ അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ലാഭമുണ്ടെങ്കിൽ അതിൻ്റെ എന്താണോ നിങ്ങൾ ആദ്യം അവരോട് വാഗ്ദാനം ചെയ്ത് അത് തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടില്ല. അള്ളാഹു ഏത് പാപങ്ങളും പൊറുക്കും. അവനോട് ചെയ്ത എന്ത് പാപങ്ങൾ അള്ളാഹു പൊറുത്തരും. പക്ഷേ ഈ മനുഷ്യന്മാരോട്, മറ്റുള്ളവരോട് ചെയ്ത പാപങ്ങൾ അള്ളാഹു പൊറുക്കണമെങ്കിൽ അവരാദ്യം നിങ്ങൾക്ക് മാപ്പ് തരുകണം. അല്ലാതെ അള്ളാഹു പൊറുക്കില്ല. അത്രയും ഗൗരവമുള്ള വിഷയം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞല്ലോ, ഹറാമായ ഭക്ഷണം കഴിക്കുന്ന വയറ് അത് ഏറ്റവും നല്ല സ്ഥലം, അതിന് നരകമാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്വർഗത്തിൽ കിടക്കില്ല. അത് മാത്രമല്ല, ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം അള്ളാഹു ഈ ദുനിയാവിൽ തരില്ല. പിന്നെ നിങ്ങളുടെ മക്കൾ ഒരിക്കലും സ്വാലിഹായി വളരില്ല. നിങ്ങളുടെ മക്കളെ തീറ്റിക്കുന്നത് ഹറാമാണ്, നിങ്ങൾ തീറ്റുന്നത് ഹറാമാണ്. നിങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയും? എങ്ങനെ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും? അതുകൊണ്ട് ഇത് ദുനിയാവാണ്, നിങ്ങൾ സുഖിക്കാം, മറ്റുള്ളവരെ പറ്റിച്ച് സുഖിക്കാമെന്ന് പറയുന്ന നിങ്ങൾ ചിന്തിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ വെറും പൊട്ടന്മാരാണ്. ഒരിക്കലും നിങ്ങൾ കപടവിശ്വാസിയാണ്. കപടവിശ്വാസിയുടെ ലക്ഷണമായി റസൂലുള്ള പറഞ്ഞ ഏറ്റവും വലിയൊരു അടയാളമാണ് വിശ്വസിച്ചാൽ ചതിക്കുക എന്നുള്ളത്. നമ്മൾ വിശ്വസിച്ച് ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചാൽ നമ്മളവർ ചതിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കപടവിശ്വാസികളാണ്. കപടവിശ്വാസികളാണ് നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള നമ്മുടെ സ്ഥാനം ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ആരും വിശ്വസിച്ച് ഏൽപ്പിച്ച് നമ്മൾ ചതിക്കാൻ പാടില്ല. നമ്മളെ വിശ്വാസത്തിലല്ല അവർ ചോര നീരാക്കി പൈസ നമുക്ക് തരുന്നത്. എന്നിട്ട് നമ്മൾ ചതിച്ചാൽ അവർക്ക് എങ്ങനെ അത് സഹിക്കാൻ കഴിയും? അവരുടെ ശാപം നമുക്കുണ്ടാവില്ല, അവരുടെ കണ്ണീർ അത് അള്ളാഹു കാണാതിരിക്കുമോ? അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുതിന്. അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ അവരോട് പറഞ്ഞ് വിവരിച്ചു കൊടുക്കുക. അല്ലാതെ നിങ്ങളുള്ള പൈസയും കൊണ്ട് നിങ്ങൾ സുഖമായി ജീവിക്കാൻ നോക്കണ്ട. കാരണം 4 ദിവസത്തെ ദുനിയാവാണ്. ഇവിടെ കുറച്ച് സുഖിക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ പറ്റിച്ച് വെറും പൊട്ടത്തരല്ല നമ്മൾ ചെയ്യുന്നത്. നാളെ കബർ പോയി കിടക്കണ്ടേ? നമ്മൾ കാണുന്നില്ല 45-35 വയസ്സുള്ള ആൾക്കാരെല്ലാം കൊഴിഞ്ഞു വീണ് മരിക്കുന്നത്. എന്ത് പൈസ ഉണ്ടെങ്കിലും നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടണോ? നല്ലത് ഹക്കും ബാത്തിലൊക്കെ നല്ല രീതിയിൽ ജീവിക്കുക. ആ സമ്പത്തിൻ്റെ കാര്യത്തിൽ എത്ര താടി വെച്ചിട്ട് എത്ര ഹജ്ജ് ചെയ്തിട്ടും ഇടപാട് ശരിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ ഇടപാടാണ്. നിസ്കാരം കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം നമ്മുടെ സമ്പത്തിനെ കുറിച്ചാണ്. നീ എങ്ങനെ ചിലവാക്കി, എവിടെ നിന്ന് കിട്ടി പൈസ? അതിന് നമ്മൾ ഉത്തരം പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. സമ്പത്ത് വലിയൊരു വിഷയമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ. ഹക്കിടപാട് വലിയൊരു വിഷയമാണ്. എത്ര ദീനുണ്ടും നിസ്കാരത്തായ്മുണ്ടായ കാര്യമില്ല. ഹക്കിടപാടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശരിയില്ലെങ്കിൽ നിങ്ങൾ സീറോയാണ്. നിങ്ങൾ ഒരു ഈമാനും ഒരു വിശ്വാസവും അതുപോലെ ഒരു സൽക്കർമ്മവും അള്ളാഹുവിന് വേണ്ട. അതുകൊണ്ട് ഹക്കിടപാട് നിങ്ങൾ കറക്റ്റായി വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ചതിയിൽ പെട്ടവരിൽ നിന്ന് അള്ളാഹു എത്രയും പെട്ടെന്ന് അവിടെ പൈസ തിരിച്ചു കിട്ടാനും അങ്ങനെ ചതിച്ചവർ തിരിച്ചു കൊടുക്കാനുമുള്ള ഒരു നല്ലൊരു മനസ്സ് അള്ളാഹു എല്ലാവർക്കും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.